ശ്രീപത്മനാഭസ്വാമിക്ക് മഹാകുംഭാഭിഷേകമാണ്. ഇതിനു മുൻപായി ഈ മഹാകുംഭാഭിഷേകം നടന്നത് 1733-ലാണ്, 292 വർഷം മുൻപ്. അതായത് നമ്മുടെ 4 തലമുറയ്ക്ക് മുമ്പ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് നടന്ന ഈ മഹാസംഭവം നമ്മുടെ ജീവിതകാലത്ത് പുനരവതരിക്കുകയാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാടാണ് നമ്മോടൊപ്പം ഉള്ളത്. വരിക അതിൽ പങ്കെടുക്കുക എന്നുള്ളത് ആണ് വേണ്ടത്. ഈ ചൈതന്യം പ്രസരിക്കുന്ന ആ താഴികക്കുളത്തിനെ നോക്കി തൊഴുതാൽ മതി. ഇവിടെ വന്നു ഇതിന്റെ അകത്തേക്ക് കടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പുറത്ത് ശിവേലിപ്പുരയിലെ എവിടെയെങ്കിലും നിന്ന് താഴികക്കുളത്തിനെ നോക്കി തൊഴുതാൽ ആരും വന്നില്ലെങ്കിൽ ഇത് നടക്കും. അതെ, ഇതിന്റെ സമയമാകുമ്പോൾ ഇത് നടക്കും. പക്ഷെ ആ സമയത്ത് ഞാൻ എത്തിപ്പെടുക എന്നുള്ളത് എന്റെ ഭാഗ്യമാണ്. അപ്പൊ സ്തൂപിക പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഈ താഴികക്കുളം മാറ്റി പുതിയത് പ്രതിഷ്ഠിക്കുക. കനിയാലിയുടെ തടി കൊണ്ടുണ്ടാക്കുന്ന മനുഷ്യന്റെ സ്കെൽറ്റൻ തന്നെ. ഈ ഭക്തർക്ക് ഇതൊരു പുതിയ അല്ലെങ്കിൽ വലിയ വളരെ വിലപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. ക്ഷേത്രത്തിന് അഗ്നിബാധ ഉണ്ടായിട്ടുള്ള കാലത്ത് അത് ഇത് മണ്ണായതുകൊണ്ട് സ്തൂപികയുടെ അഗ്രം വരെയാണ് ആ ചൈതന്യം ചൈതന്യം പ്രസരിക്കുന്നത്. ആ ഒരു ഇനി ഭക്തരുടെ ഒരു വശത്ത് നിന്നുള്ള 1-2 സംശയങ്ങൾ. നമസ്കാരം. കേരളത്തിൻ്റെ തിരുവിതാംകൂറിൻ്റെ തന്നെ അധിദേവതയായ ശ്രീപത്മനാഭസ്വാമിക്ക് മഹാകുംഭാഭിഷേകമാണ്. ഈ വരുന്ന ജൂൺ 8-ാം തീയതി ഞായറാഴ്ച രാവിലെയാണ്. ഇതിനു മുൻപായി ഈ മഹാകുംഭാഭിഷേകം നടന്നത് 1733-ലാണ്, 292 വർഷം മുൻപ്. അതായത് നമ്മുടെ 4 തലമുറയ്ക്ക് മുമ്പ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് നടന്ന ഈ മഹാസംഭവം നമ്മുടെ ജീവിതകാലത്ത് പുനരവതരിക്കുകയാണ്. ഈ അവസരത്തിൽ മഹാകുംഭാഭിഷേകത്തിനെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മളോട് വിവരിക്കുവാനായിട്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാടാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം തിരുമേനി. തിരുമേനി, 1-2 കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. ഈ മഹാകുംഭാഭിഷേകം എന്ന ആ വാക്ക് അല്ലെങ്കിൽ ആ പ്രക്രിയ അത് എന്താണ് എന്നൊന്ന് വിശദീകരിക്കാമോ? ഈ മഹാകുംഭാഭിഷേകം എന്നുള്ളത് ഒരു കുംഭാഭിഷേകം എന്ന് പറയുന്നത് സാമാന്യം അറിയാവുന്ന കലശം എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ പറയും. സംസ്കൃതമാകുമ്പോൾ അല്ലെങ്കിൽ മറ്റേ തമിഴ്നാട്ടിലൊക്കെ പ്രസിദ്ധമായിട്ട് കേൾക്കുന്നതാണ് ആ കുംഭാഭിഷേകം, മഹാകുംഭാഭിഷേകം എന്നൊക്കെ. അതിപ്പോൾ ഈ ക്ഷേത്രത്തിൽ ദേവനെ അഭിഷേകം ചെയ്യുന്നതായാലും അതിനെ കലശം എന്ന് പറയും. ഇപ്പോൾ സ്തൂപിക അല്ലെങ്കിൽ താഴികക്കുളം, ഗോപുരം തുടങ്ങിയിട്ടുള്ളതിനാകുമ്പോഴാണ് ഈ മഹാകുംഭാഭിഷേകം എന്ന് പ്രയോഗിക്കപ്പെടുന്നത്. അതാണ് അതിൻ്റെ ഈ ഒരു വ്യത്യാസം എന്ന് പറയാവുന്നത് അതാണ്. അല്ലെങ്കിൽ വ്യാവഹാരികമായിട്ട് ഉപയോഗിക്കുമ്പോൾ വരുന്ന മാറ്റം എന്നുള്ളത് ക്രിയ ഒന്ന് തന്നെയാണെങ്കിലും ദേവനെ അഭിഷേകം ചെയ്യുന്നത് കലശമായിട്ട് പറയുന്നു എന്നുണ്ടെങ്കിൽ മുകളിൽ ഈ സ്തൂപികയ്ക്കാവുമ്പോൾ ഈ ഗോപുരത്തിനെ അങ്ങനെ തുടങ്ങിയിട്ടുള്ളതിനാവുമ്പോൾ അതിനെ ഇങ്ങനെയാണ് ഇന്ന് പറയപ്പെടുന്നത്. അതാണ് അതിൻ്റെ ഒരു ഇന്നിപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ 2 or 3 നൂറ്റാണ്ട് എന്ന് പറയുന്ന അല്ല അധികമായി എന്നുള്ളത് കഴിഞ്ഞ് ഇപ്പോൾ ഒരെണ്ണം നടക്കുന്നു. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത പറയാവുന്നത്. 292 വർഷങ്ങൾക്ക് മുൻപാണ് ഇതിന് മുൻപ് മഹാകുംഭാഭിഷേകം നമ്മുടെ ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാലത്തെ ഒരു ഗ്യാപ്പ് അതെങ്ങനെ കൃത്യമായ ഒരു സമയമുണ്ടോ? ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണം? അല്ല, ഇത് എന്ന് പറയുന്നത് ഇതിനൊന്നും അങ്ങനെ ഒരു സമയക്രമമില്ല. കാരണം ഇതിപ്പോ ശ്രീകോവിലിന് പുനർനിർമ്മാണം ചെയ്യുമ്പോഴേ ആ താഴികക്കുളത്തിനെ അവിടുന്ന് എടുക്കേണ്ടതോ തിരിച്ചു പ്രതിഷ്ഠിക്കേണ്ടതോ ആവശ്യമുള്ളൂ. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കം ചെയ്യേണ്ട ഒരു വിഷയമല്ലാത്തത് കൊണ്ട്. പക്ഷെ ഇവിടെ ഈ ഇത്രയും പൂർണ്ണമായിട്ടുള്ള ഒരു ജീർണോദ്ധാരം എന്ന് പറയാം, അത് ഈ കാലത്തിന് ശേഷം ഇത്രയും വർഷം നീണ്ടതിന് ശേഷമാണ് ഇപ്പോഴാണ് നടന്നിരിക്കുന്നത്. 10 കൊല്ലം മുമ്പാണ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ 17 ആരംഭിക്കുന്നത് വരെയുള്ള കാലം ഇത് വേണ്ടി വന്നിട്ടില്ല. അപ്പൊ ഇത്രയും കാലം ഈ ക്ഷേത്രം നല്ലതുപോലെ തന്നെ നിലനിന്നു എന്നുള്ളതിന്റെ കൂടി തെളിവാണ് ഈ ഇത്രയും ഗ്യാപ്പ്. അല്ല, അത് മാത്രമല്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ പണികൾക്ക് ഇത്രയും കാലദൈർഘ്യം കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. അത് ആ പണികളുടെയും ആ ഈ സാധനങ്ങളുടെയും ഒക്കെ
ഒരു ഇത്രയും കാലം നിലനിന്നു. ആ. അപ്പൊ ഇപ്പൊ ഇതിനകത്ത് ഈ സ്തൂപിക പ്രതിഷ്ഠ എന്ന ഒരു സ്തൂപിക പ്രതിഷ്ഠ മഹാകുംഭാഭിഷേകം എന്നാണല്ലോ ഇതിന്റെ പേര്. അപ്പൊ ഈ സ്തൂപിക പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഈ താഴികക്കുടം മാറ്റി പുതിയത് പ്രതിഷ്ഠിക്കുകയാണ്. അതെ, അത് അതിന്റെ താഴികക്കുടം എന്ന് പറയുന്നതിന്റെ ഇത് തന്നെയാണ് സ്തൂപി എന്ന് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. അതിന്റെ ഈ പ്രയോഗത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളുടെ വ്യത്യാസം. അതിനെ പ്രതിഷ്ഠിച്ച് കലശാടുക എന്നുള്ളതാണ് ഈ സ്തൂപിക പ്രതിഷ്ഠ മഹാകുംഭാഭിഷേകം. ഇത് നമ്മൾ ഞായറാഴ്ച 8-ാം തീയതി ഞായറാഴ്ച രാവിലെ 8:40 7:40 8:40 ഇടയിൽ അല്ലേ. അപ്പോൾ പിന്നെ ഭിഷക്സേനന്റെ വിഗ്രഹം അത് ഭിഷക്സേന പ്രതിഷ്ഠ മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് പുതിയ വിഗ്രഹമാണ് ഇപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പം അത് മാറ്റുന്നത് എന്തിനായിരുന്നു? അത് ഒരു ഇപ്പോൾ 2010 ശേഷം ഉള്ള ഒരു കാലത്തായി ഈ ചില കേടുപാടുകൾ തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ ഇത്തരം ബിംബങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശൂലം എന്ന് പറയുന്ന ഈ കരിങ്ങാലിയുടെ മരം കൊണ്ട് തടി കൊണ്ടുണ്ടാക്കുന്ന മനുഷ്യന്റെ സ്കെൽറ്റൻ തന്നെ, അതിനാണ് ശൂലം എന്ന് പറയുന്നത്. ആ ശൂലത്തിന് ഏതോ കാലത്ത് ആ ഭാഗുക്ക ഒരിക്കൽ തീ പിടിച്ചിട്ടുണ്ട്, അഗ്നിബാധ ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്രത്തിന് അഗ്നിബാധ ഉണ്ടായിട്ടുള്ള ഒരു കാലത്ത് അതുകൊണ്ടായിരിക്കണം എന്ന് നമ്മൾ ഊഹിക്കണം. കാരണം പുറമേക്ക് കാണാനുള്ള ഇതല്ല, ഇത് മണ്ണായതുകൊണ്ട് ഈ മണ്ണിന് പുറമേ ചൂട് പറ്റിയാൽ അത് ഉള്ളിലുള്ളത് കരിഞ്ഞു പോയാലും പുറമേക്ക് നമുക്ക് കാണില്ല. അങ്ങനെ ആവുമെന്ന് നമ്മൾക്ക് വിചാരിക്കാം എന്നുള്ളതല്ലാണ്ട് കൃത്യമായിട്ട് അറിയില്ല. കാരണം അല്ലാണ്ട് അതിന് വേറെ ഒന്നും അവിടെ സംഭവിച്ചു, അവിടെ കത്തി പിടിച്ചിട്ടില്ല. പക്ഷെ മൊത്തം കത്തുമ്പോൾ നമുക്കറിയാലോ മണ്ണ് പഴുക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. ഈ മൃത്മയമായിട്ടുള്ള ബിംബത്തിന്റെ അത് ചൂടാവുകയും ആ ചൂടിന്റെ ശക്തി കൊണ്ടായിരിക്കണം അതിൻ്റെ ഉള്ളിൽ ഉള്ള ഈ ശൂലത്തിന് ശൂലത്തിന് കേടുപറ്റിയിട്ടുള്ളത്. ഈ ഉള്ളിലുള്ളതായതുകൊണ്ട് നമുക്ക് പുറത്ത് കാണില്ല. ഈ കാണുന്നത് ആ ഒരു 2013-14 ഉള്ള ഒരു ചെറിയ മെയിൻ്റനൻസിന്റെ പീരീഡിലാണ് അത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ പിന്നെ അത് മാറണം എന്നുള്ള ഒരു ഇത് പറ്റും. പിന്നെ അതാ അതിന്റെ പ്രക്രിയയാണ് ഇപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം ഈ അഷ്ടബന്ധത്തിന്റെ ഒരു ഇതുകൂടി ഉണ്ടായിരുന്നു. എല്ലാം ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരുന്ന പല ദിക്കിലും 12 വർഷത്തിനുള്ളിൽ ഇടയ്ക്ക് ചെയ്യണം എന്നാണ് പറയുക. അതൊക്കെ മാറ്റണം എന്നുള്ളത്. ഇപ്പൊ പിന്നെ അത്രയും കാലം നിൽക്കുക എന്നുള്ളതൊന്നും ഉണ്ടാവില്ല. കാരണം ഈ അതിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ നിശ്ചയിക്കുന്നതിലുപരിയായിട്ട് ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന് ലൈഫ് കുറയും. കാരണം അന്തരീക്ഷത്തിന്റെ മാറ്റങ്ങൾ ഉണ്ടാവും, കാലാവസ്ഥയുടെ മാറ്റമുണ്ട്. പിന്നെ അഭിഷേകത്തിന്റെ അളവ് കൂടുന്നു, തേക്കുന്ന അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഇതിന് ലൈഫ് കുറയും. അപ്പൊ ചിലപ്പോൾ 12 കൊല്ലം എന്നുള്ളത് 10 വരും, ചിലപ്പോൾ 8 വരും. അങ്ങനെയുള്ളത് അത് എല്ലാ ദിക്കിലും നടക്കുന്ന ഒരു കാര്യമാണ്. മഹാകുംഭാഭിഷേകം അല്ലെങ്കിൽ കുംഭാഭിഷേകം മറ്റു സാമാന്യ ചെറിയ ക്ഷേത്രങ്ങളിലും ഒക്കെ ചെയ്യാറുണ്ട്. എല്ലാ ദിക്കിലും വേണ്ട പല ഈ എന്താ പറയണ്ടേ, അത് എല്ലാ ദിക്കിലും ഉള്ളതാണ്. പക്ഷെ പല ദിക്കിലും ഈ ഇത്രയും പ്രശസ്തമായിക്കൊള്ളുന്നില്ല. ചടങ്ങ് നടക്കുന്നുണ്ടാവും. ഞാൻ ചോദിക്കുന്നത് ഈ ഗോപുരം ഉണ്ടല്ലോ, അത് ഈ ഗോപുരമുള്ള അത്രയും വലിയ ക്ഷേത്രങ്ങൾ മാത്രമാണോ ഇത് ഉള്ളത്? അങ്ങനെയില്ല. ശ്രീകോവിലിന്റെ സ്തൂപിക എന്നുള്ളത്, അതായത് ദേവന്റെ ഈ ചൈതന്യത്തിന് അങ്ങനെ നമ്മള് ബിംബത്തിൽ ഉള്ള ചൈതന്യത്തിന്റെ അത് മറ്റേ അവിടെ നിന്ന് തുടങ്ങിയാൽ സ്തൂപികയുടെ അഗ്രം വരെയാണ് ആ ചൈതന്യം കണക്കാക്കുന്നത്. അതിൽ കൂടിയാണ് കാണുന്നത്. അല്ലെങ്കിൽ മുകളിൽ നിന്നാണല്ലോ, നമുക്ക് ചോട്ടുന്ന ഒന്നും മുകളിലേക്ക് പോകാനില്ല, മുകളിൽ നിന്നേ ഒഴുകി കിട്ടുള്ളൂ. അപ്പൊ ഈ പ്രസരിക്കുന്ന ചൈതന്യം പ്രസരിക്കുന്നത് ആ ഒരു അങ്ങനെ മുകളിൽ നിന്ന് അതിന്റെ അഗ്രമാണ് സ്തൂപികാഗ്രമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ചൈതന്യ പ്രവാഹം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് സ്തൂപികയുടെ അഗ്രത്തിൽ. അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക്
എല്ലാം ഈക്വൽ ആയിരിക്കും. അതിലെയാണ് നമുക്ക് കൂടുതൽ വെച്ചാൽ ഈ മുകളിൽ നിന്നാണല്ലോ കുറച്ച് പ്രസരണം എന്നുള്ളതിന് സാധ്യതയില്ല. ഒഴുകാനുള്ളത് ചോട്ടുന്ന് മുകളിലേക്ക് ഒഴുകലുണ്ടാവില്ല, മുകളിൽ ചോട്ടിലേക്ക് ഉണ്ടാവും. അപ്പൊ അതിനുള്ളത് ബാധ്യമായിട്ടുണ്ട്. പിന്നെ ഈ അത് ഇപ്പൊ ഏത് ക്ഷേത്രത്തിലായിട്ടുണ്ട്, അതാണ് നമ്മളുടെ തന്ത്രശാസ്ത്ര പ്രകാരം പറയാറുണ്ട്. പിന്നെ സാധാരണ ആൾക്കാർ പറയുന്നുണ്ട് ഒരു ലൈറ്റ്നിങ് അറസ്റ്റിന്റെ ഫലം ചെയ്യും എന്നൊക്കെ പറയണ്ട. അതൊന്നും നമുക്കറിയില്ല, ഉണ്ടായിരിക്കാമില്ല എന്ന് പറയുന്നില്ല. കാരണം ഇത്രയും ഉയരത്തിലുള്ളതിൽ ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഇടിമിന്നലിൽ നിന്നൊക്കെ ഉള്ള ഒരു പ്രൊട്ടക്ഷനും കൂടി പണ്ടുള്ളവർ ഇതിന് ഈ ആകൃതിക്കൊക്കെ ഉണ്ടായിരിക്കാനുള്ള ഇല്ല എന്ന് അതൊന്നും ഒരു അല്ല. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രാധാന്യമുള്ളതാണ്, അംഗമാണ് എന്ന് പറയാം. ശ്രീകോവിലിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അംഗം തന്നെയാണ്. അപ്പോ ആധാരശില മുതൽ തുടങ്ങിയാൽ ഈ സ്തൂപികയാണ് അവസാനിക്കുക ഒരു അംഗമാണ്. അപ്പോ സ്തൂപിക താഴികക്കുളം നോക്കി കണ്ടു തൊഴുതാൽ മതി എന്ന് പറയും. ക്ഷേത്രപുരുഷന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ക്ഷേത്രപുരുഷന്റെ ശരീരമായിട്ട് കൽപ്പിക്കുമ്പോൾ ശ്രീകോവിലിന്റെ ശിരസും ഗോപുരം പാദമാണ്. അവിടെ ഇത് പ്രത്യേകം എടുക്കുന്നില്ല. അപ്പോ നമുക്ക് ഇപ്പോ ഇതിലേക്ക് കടന്നു പോകുമ്പോൾ ഗോപുരം നോക്കി തൊഴുക, ദേവനെ തൊഴുത ദേവഫല. കാരണം ആ ദേവന്റെ പാദത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഭക്തർക്ക് ഇതൊരു പുതിയ അല്ലെങ്കിൽ ഒരു വലിയ വളരെ വിലപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. ഈ ഗോപുരം നോക്കി തൊഴുതാൽ തന്നെ ദേവനെ. അതുകൊണ്ടാണ് ഈ നമ്മൾ പലതെങ്കിലും വലിയ വലിയ ഗോപുരങ്ങൾ എന്ന് പറയുന്നത് എവിടെ നിന്നാലും നമുക്ക് കാണാം. ശ്രീരംഗവും മധുരയിലൊക്കെ ഗോപുരം എന്ന് പറയുന്നത് അത് അമ്പലത്തിന്റെ എത്രയോ കിലോമീറ്റർ അകലെ നിന്ന് കാണാം. ആ ഗോപുരത്തിനെ നോക്കി തൊഴുതാൽ അവിടെ പോയി തൊഴുത ആ മുമ്പിൽ നിന്ന് തൊഴുത അതേ ഫലമാണ് എന്നുള്ളതാ പറയാ. അത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഗോപുരത്തിനെ ദേവന്റെ പാദമായിട്ടാണ്. നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും ആ ദേവന്റെ പാദത്തിലേക്കാണ് നമ്മൾ മുഴുവൻ സമർപ്പിക്കുന്നത്. അതെ അതെ അതിന് കാരണം എന്താണ്? അതെ അതെ ഗോപുരം പാദമാകുമ്പോൾ നിങ്ങൾക്ക് ഗോപുരം കാണുന്ന ഏതെങ്കിലും ഇതേപോലെ തന്നെയാണ് ഈ ചൈതന്യം പ്രസരിക്കുന്ന ആ താഴികക്കുളത്തിനെ നോക്കി തൊഴുതാൽ മതി. ഇവിടെ വന്നു ഇതിന്റെ അകത്തേക്ക് കടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പുറത്ത് ശിവേലിപ്പുരയിലെ എവിടെയെങ്കിലും നിന്ന് താഴികക്കുളത്തിനെ നോക്കി തൊഴുതാനും പത്മാസമയം തൊഴുതാൽ അതേ ഫലമാണ്. അത് തികച്ചും പുതിയൊരു അറിവായിരുന്നു. അല്ല, അങ്ങനെ ഓരോ ഇതുണ്ട് നമുക്ക്. ആ ചൈതന്യത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സങ്കേതങ്ങളെ ചെന്ന് അപ്പൊ അതുവരെ എത്തിയാലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആ ഫലം കിട്ടുന്നില്ല. ഇനി ഭക്തരുടെ ഒരു വശത്ത് നിന്നുള്ള ഒന്ന് രണ്ട് സംശയങ്ങൾ. നമ്മളിപ്പോൾ ഒരു സാധാരണ ഭക്തൻ, തിരുവനന്തപുരത്തുള്ള ആൾ, അദ്ദേഹം ഈ മഹാകുംഭാഭിഷേകത്തിന്റെ സമയത്ത് ക്ഷേത്രത്തിൽ എത്തേണ്ടതുണ്ടോ അതോ വീട്ടിലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി? അല്ല, അങ്ങനെ ചോദിച്ചാൽ ഇത് വരിക, അതില് പങ്കെടുക്കുക എന്നുള്ളത് ആണ് വേണ്ടത്. എല്ലാവർക്കും സാധിച്ചോളുന്നില്ല, പക്ഷെ വേണ്ടത് ചോദിച്ചാൽ അതാണ് വേണ്ടത്. കാരണം ഈ ആദ്യം പറഞ്ഞത് തന്നെയാണ്, എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഉള്ള ഈ ഒരു സമയത്ത് ഇത് നടക്കുന്നു എന്നുള്ളത് ആണല്ലോ എനിക്ക് പ്രാധാന്യമുള്ളത്. അതെ 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 292 വർഷം എന്ന് പറയുന്നത് നമ്മുടെ 4 തലമുറയ്ക്ക് മുമ്പുള്ള കാര്യം. അതാണ് ഇതിപ്പോ ഇത്രയും കൃത്യത. ഞാൻ ഇന്നലെ ചോദിച്ചോളൂ പറഞ്ഞത്, ഇത്രയും കൃത്യത എന്തുകൊണ്ടാണ് ഇവിടെ ഇത് രേഖപ്പെടുത്തി വെച്ചത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഇതറിയേണ്ടത്. 100 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാൽ നടന്നിട്ടുണ്ടോ ഇല്ലയോ, എന്നായിരുന്നു ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് വിസ്മൃതിയായിട്ടുള്ള ഒരു കാലമാണ് ഉണ്ടാവുക. ഈ 1733 ഈ മുൻപുണ്ടായ കുംഭാഭിഷേകത്തിന്റെ കാര്യങ്ങളെല്ലാം മതിലകം രേഖകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലേ? അല്ല, ഉണ്ടായിരുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഈ ഡേറ്റും ഈ കാര്യങ്ങളും പുറമേക്ക് മനസ്സിലാവുന്നത്. ഇവിടെ എന്തിലെങ്കിലും ഒരു രേഖപ്പെടുത്തിയത് കൊണ്ടാണ് നമുക്ക് അത് ചരിത്രം കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. ഡേറ്റ് അടക്കം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവുക. മറ്റുള്ള സ്ഥലങ്ങളിൽ അത്രയും വ്യക്തതയും ഉള്ള സ്ഥലങ്ങളുണ്ടാവാം, ഇല്ല എന്ന് പറയാനില്ല, പക്ഷെ താരതമ്യേന കുറവായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ നമുക്ക് ഒന്നും അറിയില്ല പല സ്ഥലത്തും എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇത്രയും ഒരു 3 നൂറ്റാണ്ടിന്റെ ശേഷം നടക്കുന്ന ഒരു സന്ദർഭത്തില് ഈ ഇതിൽ വന്നു പങ്കുചേരുക എന്നുള്ളത് അവന് ഒരു ഭാഗ്യമാണ് എന്നുള്ള, ആ വരുന്നവന്റെ ഭാഗ്യമാണ്.
അതെ കാരണം ആരും വന്നില്ലെങ്കിൽ ഇത് നടക്കും. അതെ അതെ ഇതിന്റെ സമയമാകുമ്പോൾ ഇത് നടക്കും. പക്ഷെ ആ സമയത്ത് ഞാൻ എത്തിപ്പെടുക എന്നുള്ളത് എൻ്റെ ഭാഗ്യമാണ്. അതെ അത്രേ ഉള്ളൂ. അതിന് സാധിക്കാത്തവന് അവരുടെ കുടുംബത്തിലായാലും ആ സമയത്ത് ഇരുന്ന് ഇത് സങ്കല്പം മനസ്സുകൊണ്ട് ഇവിടെ പങ്കെടുക്കാം. മനസ്സുകൊണ്ട് അവിടെ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ മതി. അതെ, വിഷ്ണു സഹസ്രനാമം എന്നുള്ളത് ഇവിടേക്ക് ഒരു പ്രാധാന്യമുള്ളതായി കണക്കാക്കാം. ഇപ്പൊ 1 കോടി സഹസ്രനാമ ജപമൊക്കെ നടന്നിരുന്നില്ല പണ്ട് മുതലേ ഇവിടെ സഹസ്രനാമത്തിന് വളരെ വിശേഷമായിട്ടുള്ള സ്ഥലം. കാരണം ജപിക്കുക എന്നുള്ളത് സാമാന്യ നിലയ്ക്ക് എല്ലാ രീതിയിലും ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ നിത്യം സഹസ്രനാമത്തിന്റെ നമസ്കാരം നടക്കുന്നുണ്ട്. സഹസ്രനാമം ജപിച്ച് നമസ്കരിക്കുക, അത് വേറെ എവിടെയില്ല. അത് ഭക്തര് തന്നെ ചെയ്യും. അല്ല, അത് ഇവിടുത്തെ പടിത്തര വ്യവസ്ഥയില് മറ്റേ പടിഞ്ഞാറ് ഭാഗത്ത് ജപിച്ച് നമസ്കരിക്കുന്നതിന് നമസ്കാരം എന്താണ് ജപത്തിന്റെ കുറെ ആൾക്കാർ അവിടെ ഉള്ള സമയം അതില് ഒരാള് നമസ്കരിക്കുക എന്നുള്ളതാണ് അയാളുടെ പ്രവൃത്തി. അതിവിടെ മാത്രമാണ്, വേറെ എവിടെയും കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് അപ്പൊ ഞാൻ പറയാ. അപ്പൊ ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്തവര് പത്മനാഭസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിഷ്ണു സഹസ്രനാമം എവിടെയാണോ ഉള്ളത് അവിടെ. എന്തായാലും നമ്മുടെ ഈ ജീവിതകാലത്ത് അല്ലെങ്കിൽ 292 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ മഹാസംഭവത്തിന് ഈ സാക്ഷിയാകാനും അല്ലെങ്കിൽ നമ്മുടെ കാലത്ത് ഇത് നടക്കുവാനും ഉള്ളത് ഒരു മഹാഭാഗ്യം തന്നെയാണ്. ശ്രീ പത്മനാഭൻ എല്ലാവരെയും, പത്മനാഭസ്വാമി എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് വളരെ നന്ദി. നമസ്കാരം.